Welcome to BSc Physics Main Complementary Electronics. Complementary Electronics Semester 2. Today we start a new chapter, which is unit number 17 of your textbook, DC Power Supplies. DC Power Supplies, and today we study DC Power Supply and half-wave rectifier, SW rectifier. The topic of discussion today is DC power supply, what is it, and also half wave rectifier, and this is complementary electronics semester 2 for BSc Physics main class numbers E17. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിൻ്റെ ഒരു ക്ലാസ്സാണ്. E17 അത് നിങ്ങളുടെ സിലബസ് ബുക്ക് അതിൽ യൂണിറ്റ് നമ്പർ 17 DC പവർ സപ്ലൈസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് അതിൽ DC പവർ സപ്ലൈ എന്നുള്ള ആദ്യ ഭാഗവും അതിൻ്റെ കൂടെയുള്ള ഹാഫ് റെക്ടിഫയറിൻ്റെ പകുതിയും ഇവിടെ ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്നതാണ്. സോ ദ ടോപ്പിക് ഈസ് DC പവർ സപ്ലൈ ആൻഡ് ഹാഫ് വേവ് റെക്ടിഫയർ. So what is regulated power supply? You understand the word regulated power supply. DC power supply is also called regulated power supply. What is regulated power supply? You try to understand. The simple definition for regulated power supply is a regulated power supply. It is also known as linear power supply. Ensures that the output current remains constant even if the input changes by converting the unregulated AC alternating current to a constant DC. അതായത് ഇപ്പോൾ ഇൻപുട്ട് സർക്യൂട്ടിനകത്ത് ഇൻപുട്ട് എത്ര മാറിയാലും ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു സപ്ലൈ ആണ്. അപ്പോൾ ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻ ഉണ്ടായാലും AC-യുടെ വേരിയേഷൻ, ഇൻപുട്ട് വേരിയേഷൻ എത്ര ഉണ്ടായാലും ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് നിൽക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ. റെഗുലേറ്റഡ് പവർ സപ്ലൈ ഈസ് നോൺ ആസ് linear power supply. It ensures that the output current remains constant even if there is input variations. Input changes. അതായത് നമ്മൾ ഈ DC പവർ സപ്ലൈ ഉണ്ടാക്കുന്നത് AC-യെ കൺവേർട്ട് ചെയ്തിട്ടാണ്. AC-യെ കൺവേർട്ട് ചെയ്തിട്ട് DC ഉണ്ടാക്കും. അപ്പോൾ AC-യിൽ വേരിയേഷൻ ഉണ്ടായാലും ഔട്ട്പുട്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നൽകുന്ന ഒരു സപ്ലൈ, ഒരു സോഴ്സിനെ വിളിക്കുന്ന പേരാണ് regulated power supply. A regulated power supply ensures that the output current remains constant even if the input changes. And it is working by converting unregulated AC. Regulate ചെയ്യാത്ത AC-യെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് റെഗുലേറ്റഡ് DC പവർ സപ്ലൈ തരുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അതുപോലെ ഓരോ ബ്ലോക്കിലും നിന്നും പുറത്തേക്ക് വരുന്ന ആ വേവ് ഫോം അതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഒരു AC റെപ്രസെൻ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു സൈൻ വേവ് വെച്ചിട്ടാണ്. DC നമ്മൾ വരയ്ക്കുന്നത് ഒരു ലൈനായിട്ട് സ്റ്റെപ്പ് ലൈൻ, വേരിയേഷൻ ഇല്ല. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രാം നോക്കി ഇവിടെ 4 ബ്ലോക്കാണ് വരച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ബ്ലോക്കിലേക്ക് നമ്മൾ AC സപ്ലൈയും, അത് ട്രാൻസ്ഫോർമറാണ്. ആ ട്രാൻസ്ഫോർമർ AC സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. കാരണം നമുക്ക് ലാബിൽ ഒരു 12 വോൾട്ട് 9 വോൾട്ട് സപ്ലൈക്ക് മതിയാകും DC സപ്ലൈ. പക്ഷെ നമുക്ക് കിട്ടുന്നത് എപ്പോഴും നമ്മുടെ ഈ മെയിനിൽ നിന്ന് ലാബ് മെയിൻ അത് 230 വോൾട്ടാണ്. അപ്പോൾ 230 വോൾട്ടിന് ആദ്യമേ തന്നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അതിലാണ് ട്രാൻസ്ഫോർമർ. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കി, ഒരു ട്രാൻസ്ഫോർമറുണ്ട്, റെക്ടിഫയറുണ്ട്, ഫിൽറ്ററുണ്ട്, അവസാനം വോൾട്ടേജ് റെഗുലേറ്ററുണ്ട്. 4 പാർട്ടാണ് ഈ റെഗുലേറ്റഡ് പവർ സപ്ലൈക്കുള്ളത്. ആ 4 പാർട്ട് ഇവിടെ ബ്ലോക്കായിട്ട് വരച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് ട്രാൻസ്ഫോർമർ, രണ്ടാമത്തെ റെക്ടിഫയർ, മൂന്നാമത്തെ ഫിൽറ്റർ, നാലാമത്തത് റെഗുലേറ്ററാണ്. അപ്പോൾ റെഗുലേറ്ററാണ് നമുക്ക് കോൺസ്റ്റൻ്റ് DC സപ്ലൈ നമുക്ക് തരുന്നത്. അവിടെ നിന്നാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമർ എന്താ കൊടുക്കുന്നത്? AC കൊടുക്കും. ട്രാൻസ്ഫോർമർ എന്ത് ചെയ്യും? അതിന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. 230 വോൾട്ടാണ് മെയിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഒരു 9 വോൾട്ടോ അല്ലെങ്കിൽ 12 വോൾട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യും.
അത് എ സി ആണ്, ആ 12 വോൾട്ട് എ സി ആണ്. അതിൽ നമ്മൾ വീണ്ടും ഡി സി ആക്കണം. ഡി സി ആക്കാനായിട്ട് റെക്ടിഫയറിനകത്ത് കടത്തി വിടണം. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എ സി ഡി സി ആക്കി മാറ്റുന്ന സർക്യൂട്ടുകളാണ്. അത് ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ എന്നിങ്ങനെ വ്യത്യസ്തമായ റെക്ടിഫയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ റെക്ടിഫൈ ചെയ്താലും അതിനകത്ത് കുറച്ച് വേവ് തരംഗം പൾസ് റിപ്പിൾസ് ഉണ്ടാകും. ആ റിപ്പിൾസിനെ മാറ്റണം. ആ റിപ്പിൾസിനെ മാറ്റാനായിട്ട് പ്രത്യേകം സർക്യൂട്ടുകളുണ്ട്. അത്തരം സർക്യൂട്ടുകളെ ഫിൽട്ടറിങ് സർക്യൂട്ട്സ് എന്ന് പറയും. മൂന്നാമത്തെ എലമെൻ്റായിട്ട് വരുന്നതാണ് ഫിൽട്ടർ സർക്യൂട്ട്. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഫിൽറ്ററിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അത് പല സ്റ്റെപ്പായിട്ട് എടുക്കാം. 0 to 2 വോൾട്ട് വേണമെങ്കിൽ എടുക്കാം, 0 to 4 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് ഒക്കെ എടുക്കാം. അതിന് ഒരു റെഗുലേറ്റർ ഉണ്ട്. ആ റെഗുലേറ്റർ വെച്ച് നമുക്ക് ഡിസൈഡ് ഡി സി വോൾട്ടേജ് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. So you see the block diagram. The block diagram of a regulated power supply is shown in the figure. The first one is transformer, the second one is rectifier, third is filter, and the fourth is a regulator. The transformer step down, it will convert the 230 volt main to required 12 volt. That is AC. AC will be converted to DC by rectifier. Rectifier is a device converting AC to DC, and when rectifier output is taken, it contains some ripples, some waves, some AC components that is to be removed. To remove AC components in the output of rectifier, we have to use filter. There are so many filters: the LC filter, the pi filter, etc. filters. The filters will remove the ripples present in the output of the rectifier. Finally, we obtain a pure DC, and pure DC we can split into number of components according to our need. നമ്മുടെ ഉപയോഗം നമുക്ക് എത്ര വോൾട്ടാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ഈ റെഗുലേറ്റർ പല വോൾട്ടേജായിട്ട് സ്റ്റെപ്പ് ഡൗൺ സ്പ്ലിറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇതിൽ ഓരോ കേസിലുള്ള വേവ് ഫോമാണ് താഴെ വരച്ചിരിക്കുന്നത്. ഇത് സപ്ലൈ വോൾട്ടേജ് എ സി നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് റിഡ്യൂസ് ചെയ്തിട്ടാണ്, ആ വേവിൻ്റെ ഹൈറ്റ് കുറച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ പടം വരച്ചിരിക്കുന്നത്. അത് ട്രാൻസ്ഫോർമർ ഔട്ട്പുട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോർമർ ഇൻപുട്ട് ഈസ് എ സി, ട്രാൻസ്ഫോർമർ ഔട്ട്പുട്ട് ഈസ് ഓൾസോ എ സി, ബട്ട് ഇറ്റ്സ് ഹൈറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ. then goes to rectifier. Rectifier converts AC to DC. അപ്പോൾ അത് റെക്ടിഫയർ ഔട്ട്പുട്ട് നോക്കുമ്പോൾ അതിനകത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കാണിച്ചിട്ടില്ല. കാരണം ഒരു സൈക്കിൾ മാത്രം തരുന്നതാണ് ശരിക്കും റെക്ടിഫിക്കേഷൻ. അപ്പോൾ ഈ സൈക്കിൾ തരുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത്, അവിടെ എ സി കമ്പണൻ്റ് ഉണ്ട്. പ്യൂർ ഡി സി ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനാണ് അവസാനം കാണുന്ന പോലെ. അപ്പോൾ ഇതിനകത്തുള്ള റിപ്പിൾസ് മാറ്റണം, ആ വേവ്സ് മാറ്റണം, പൾസേഷൻ മാറ്റണം. അതിന് നമ്മൾ അയക്കുന്നത് ഒരു ഫിൽറ്ററിലേക്കാണ്. ഫിൽറ്റർ 1, 2, 3 ഫിൽറ്ററൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് സ്മൂത്തൻ ചെയ്തിട്ട് നമുക്ക് ആൾമോസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെപ്പ് വോൾട്ടേജ് തരും. അതാണ് ഡി സി വോൾട്ടേജ്. അപ്പോൾ അവസാനത്തെ റെഗുലേറ്റർ നമുക്കൊരു ഫൈൻ സ്റ്റെപ്പ് സൈസ് ഡി സി വോൾട്ടേജ് തരും. അങ്ങനെയാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത്. The regulated power supply consists of the following major parts, 4 major parts. One is step-down transformer, the second is rectifier circuit, the third is filter circuit, and the fourth is voltage regulator. We can see the function of each stage. Function of step-down transformer. The step-down transformer used in the circuit of the regulated power supply changes the input AC voltages to decide lower voltage value. Also, the transformer provides an electrical isolation between two circuits. The reduced output AC voltage of the step-down transformer is used as the input of the rectifier. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടാണ്, റെഡ്യൂസ്ഡ് എ സി വോൾട്ടേജാണ്. നമ്പർ 2, ഫങ്ഷൻ ഓഫ് rectifier circuit. The rectifier circuit is used to convert the input AC voltage into a DC voltage. It consists of diodes that perform the rectification process.
That is conversion of the AC voltages into DC voltages. However, the output of the rectifier is a pulsating direct voltage. അപ്പോൾ ഈ റെക്ടിഫയർ ഔട്ട്പുട്ട് പ്യൂർ ഡി സി അല്ല, പൾസേറ്റിംഗ് ഡി സി ആണ്. അതിനകത്ത് അല്പം റിപ്പിൾസ് വേവ്സ് ഉണ്ടാകും. അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കും. ഫിൽറ്റർ സർക്യൂട്ട്, ഫങ്ഷൻ ഫിൽറ്റർ സർക്യൂട്ട്. സിൻസ് ദി ഔട്ട്പുട്ട് ഓഫ് ദി റെക്ടിഫയർ ഈസ് എ pulsating direct voltage which has very high ripple content. Ripple എന്ന് വെച്ചാൽ തരംഗം, ചെറുതരംഗം, ripple content. Hence the raw output of the rectifier is undesirable. In order to get a pure ripple free direct voltage, a DC filter circuit is used. അടുത്ത വോൾട്ടേജ് റെഗുലേറ്റർ, ലാസ്റ്റ് സെക്ഷൻ, വോൾട്ടേജ് റെഗുലേറ്റർ. The voltage regulator constitutes the last block of the regulated power supply. It monitors and corrects the fluctuations in the output voltage of the power supply. അപ്പോൾ ആ ഫ്ലക്ച്വേഷനൊക്കെ മാറ്റി നമുക്കൊരു സ്റ്റെപ്പ് വോൾട്ടേജ്, ഒരു പ്യുവർ ഡി സി വോൾട്ടേജ് തരും ഈ റെഗുലേറ്റർ. എ സെനർ ഡയോഡ്, സാധാരണ സെനർ ഡയോഡ് റെഗുലേറ്ററാണ് ഉപയോഗിക്കുന്നത്. എ സെനർ ഡയോഡ് ഓപ്പറേറ്റഡ് സെനർ റീജിയൻ, എ ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ. പലതരം റെഗുലേറ്റർ ഉണ്ട്. ഫിക്സഡ് ആൻഡ് വേരിയബിൾ IC റെഗുലേറ്റേഴ്സ്, പലതരം റെഗുലേറ്റേഴ്സ് ഉപയോഗിക്കാം. ആർ യൂസ്ഡ് commonly in different regulated power supplies as the voltage regulator. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് പ്രധാനമായിട്ടും റെക്ടിഫയേഴ്സാണ്. ഫീച്ചേഴ്സ് ഓഫ് റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈ, ഒരു DC സപ്ലൈയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫോളോയിങ് ആർ ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി റെഗുലേറ്റഡ് പവർ സപ്ലൈ. ദി റെഗുലേറ്റഡ് പവർ സപ്ലൈ സപ്ലൈസ് ഹാവ് ദി എഫിഷ്യൻസി റേഞ്ചിങ് ഫ്രം 20 to 25%. ഇപ്പോൾ എഫിഷ്യൻസി ഇതാണ്. ഇനി നമ്പർ 2, റെഗുലേറ്റഡ് പവർ supplies are relatively more reliable. അപ്പോൾ ഇത് റിലയബിളാണ് ഈ ഡിവൈസുകൾ, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. നമ്പർ 3, റെഗുലേറ്റഡ് പവർ സപ്ലൈസ് ഹാവ് ദി കോംപ്ലക്സ് സർക്യൂട്ട് ആൻഡ് ലെസ് കോംപ്ലക്സ് സർക്യൂട്ട് ആൻഡ് ലെസ് വെയിറ്റ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടൊന്നും കോംപ്ലക്സ് ഒന്നുമില്ല, പിന്നെ വെയിറ്റും കുറവാണ്. റെഗുലേറ്റഡ് പവർ സപ്ലൈസ് ഗീവ് ഫാസ്റ്റർ റെസ്പോൺസ്, പ്രവർത്തനം വേഗത്തിലാണ്. ദി കോസ്റ്റ് ആൻഡ് നോയ്സ് ലെവൽ ഓഫ് ദി റെഗുലേറ്റഡ് പവർ സപ്ലൈ ഈസ് ലോ. ഇതിൻ്റെ ചിലവ്, അതിൻ്റെ നോയ്സ് വോൾട്ടേജ് ഒക്കെ കുറവാണ്. അപ്പോൾ റെഗുലേറ്റഡ് പവർ സപ്ലൈയുടെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മുടെ എസ്സേ ടൈപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് വിത്ത് എ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ എ റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഇനി 2-3 ഷോർട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ട്രാൻസ്ഫോർമർ ഇൻ എ റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഒരു റെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ ട്രാൻസ്ഫോർമറിൻ്റെ റോൾ എന്താണ്, യൂസ് എന്താണ്, അതുപോലെ ഫിൽറ്ററിൻ്റെ യൂസ് എന്താണ്, റെക്ടിഫയറിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ചോദിക്കാവുന്നതാണ്. ഓരോ സ്റ്റേജിൻ്റെയും യൂസ് എന്താണെന്ന് പ്രത്യേകം ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. നമ്പർ 3, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി റെഗുലേറ്റഡ് പവർ സപ്ലൈ. നമ്മൾ ഫീച്ചേഴ്സ് പ്രത്യേകം ആ നമ്പറിങ് ഇട്ട് ചെയ്തിട്ടുണ്ട്, വായിച്ച് പഠിക്കണം. നമ്പർ 4, വാട്ട് ഈസ് അൺറെഗുലേറ്റഡ്, ഓണല്ല അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ. അൺറെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ റെഗുലേറ്റഡ് നേരെ ഓപ്പോസിറ്റാണ്. ഇൻ അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ ദർ ഇസ് നോ കോൺസ്റ്റൻസി ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. Output voltage will change continuously in an unregulated. You correct it as unregulated. Unregulated power supply ആണെങ്കിൽ അത് റെഗുലേറ്റഡ് പവർ സപ്ലൈ നേരെ ഓപ്പോസിറ്റാണ്. റെഗുലേറ്റഡ് പവർ സപ്ലൈയിൽ എപ്പോഴും ഈ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അൺറെഗുലേറ്റഡിൽ ഇത്തരം ഒരു സ്ഥിരതയില്ല, ഫ്ലക്ച്വേറ്റ് ചെയ്യും. എ ഫ്ലക്ച്വേറ്റിംഗ് വോൾട്ടേജ് ഈസ് കോൾഡ് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ. ഇനി നമ്മൾ റെക്ടിഫയേഴ്സ് ആരംഭിക്കുകയാണ്. റെക്ടിഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു 3 റെക്ടിഫയറാണ് പഠിക്കാനുള്ളത്. ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, പിന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഏതെങ്കിലും ഒരെണ്ണം ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. റെക്ടിഫയേഴ്സ്, റെക്ടിഫയർ ഈസ് എ ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസ് കൺവേർട്ടിംഗ്
AC to DC. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് റെക്ടിഫയേഴ്സ്. റെക്ടിഫയർ is a device converting AC to DC. There are mainly three types of rectifiers. Number one, half wave rectifier, SW rectifier. Number two, FW rectifier. FW center tap rectifier. Number three, bridge rectifier. So the first one, half wave rectifier. അപ്പോൾ മൂന്നര റെക്ടിഫയർ ആണ് നമ്മൾ സാധാരണ പഠിക്കുന്നത്. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയർ, രണ്ടാമത്തെ ഫുൾ വേവ് സെൻറ്റർ ടാപ്പ്, മൂന്നാമത്തെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. Bridge rectifier is a full wave rectifier. So you look here, the first one is half wave rectifier. It is an important essay. Full wave rectifier is also an essay, and bridge rectifier is also can be asked as an essay. The first one is half wave rectifier. In the half wave rectifier, the rectifier converts current. Conducts current. The rectifier conducts current only during positive half cycle. അപ്പോൾ ഒരു സൈക്കിൾ ഇൻപുട്ടിൻ്റെ ഒരു സൈക്കിൾ മാത്രം കണ്ടക്ട് ചെയ്യും. ഒന്നെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കണ്ടക്ട് ചെയ്യുന്ന ഒരു റെക്ടിഫയർ ആണ്. only during positive half cycle. It conducts only during positive half cycle എന്ന് കാണിക്കുകയാണ്. Of input is supply. The negative half of the AC are the negative half cycles are suppressed. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് കടത്തി വിടുകയും നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് സപ്രസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. ആ ഡയഗ്രാം നമുക്ക് നടക്കുകയാണെന്ന ട്രാൻസ്ഫോർമറാണ്. ഇപ്പുറത്ത് നമ്മൾ മെയിൻ എ സി കൊടുക്കുക 230 വോൾട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു 16 വോൾട്ടോ 12 വോൾട്ടോ തരും. അതൊരു സിംഗിൾ ഡയോഡ് കടത്തി വിടുകയാണ്. സിംഗിൾ ഡയോഡാണ് മുകളിൽ കാണുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു സിംഗിൾ ഡയോഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹാഫ് വേവ് റെക്ടിഫയർ ഒരു സിംഗിൾ ഡയോഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്, RL ഉണ്ട്. RL ആണ് നമുക്ക് വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വേവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ആദ്യം കാണുന്ന ആ സൈൻ വേവ് റെക്ടിഫയർ അത് ട്രാൻസ്ഫോർമർ ഔട്ട്പുട്ട് വേവ് ഫോമാണ്. അതായത് സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജാണ് കാണിച്ചിരിക്കുന്നത്, AC വോൾട്ടേജ്. അതാണ് നമ്മൾ റെക്ടിഫയറിലേക്ക് ഡയോഡിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ഡയോഡാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇവിടെ ആ സിംഗിൾ ഡയോഡിനെ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയാം. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് RLലെ വോൾട്ടേജാണ്, ലോഡ് റെസിസ്റ്ററിലെ വോൾട്ടേജാണ് കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിളെല്ലാം ഇവിടെ സപ്രസ് ചെയ്തിരിക്കുകയാണ്. അത് പടത്തേക്ക് കാണാൻ പറ്റത്തില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ട് AC ഈ ഡയോഡിൽ കൊടുത്താൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളെല്ലാം സപ്രസ് ചെയ്യും, ഇല്ലാതാക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം തരും. അപ്പോൾ പോസിറ്റീവ് മാത്രം ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ ഒരു DC ആയിട്ട് വിചാരിക്കും. പ്യൂർ DC അല്ല, ഇങ്ങനെ ഈ മാറുന്നതുകൊണ്ട് ഇതിനെ ഫ്ലക്ച്വേറ്റിംഗ് DC എന്നാണ്. ഫ്ലക്ച്വേറ്റിംഗ് DC എന്നാണ് ഇത്തരം ഔട്ട്പുട്ടുകളെ പറയുന്നത്. So here, what is the circuit details? The above circuit, CKT you can read as circuit. ഈ സർക്യൂട്ടിനകത്ത് എഴുതുമ്പോൾ K ഇല്ലെങ്കിലും നമ്മളതിൽ അബ്രീവേറ്റ് ചെയ്യുമ്പോൾ CKT എന്ന രീതി കാണിക്കാറുണ്ട്. The above circuit shows a single crystal diode which acts as a half wave rectifier. The supply to be rectified is applied in series with the diode and load resistor RL. The DC output is obtained
across the load RL. Generally the AC supply is given through the transformer. അപ്പോൾ ട്രാൻസ്ഫോർമർ വെച്ചാണ് എ സി സ്റ്റെപ്പ് ഡൗൺ ചെയ്യണത്. അതാണ് ഈ സിംഗിൾ ക്രിസ്റ്റൽ ഡയോഡിലേക്ക് കൊടുക്കുന്നത്. സിംഗിൾ ക്രിസ്റ്റൽ ഡയോഡും ആ ലോഡ് റെസിസ്റ്ററും കൂടി ചേർന്നതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഓപ്പറേഷൻ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് എ സി വോൾട്ടേജ് എൻ ഡി എ എൻ ഡി എ എന്ന് പറഞ്ഞാൽ പടത്തിലൂടെ എൻ ഡി എ നമുക്ക് പടം നോക്കിയാൽ കാണാം. എൻ ഡി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമർ സെക്രട്ടറിയുടെ ടോപ്പ് പോയിൻ്റാണ് എൻ ഡി എ, ബോട്ടം പോയിൻ്റ് എൻ ഡി ബി. ട്രാൻസ്ഫോർമർ സെക്രട്ടറിയുടെ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് എ സി വോൾട്ടേജ് എൻ ഡി എ ഓഫ് ദി ട്രാൻസ്ഫോർമർ ബിക്കംസ് പോസിറ്റീവ് with respect to NTB. This makes the diode forward biased and hence it conducts current during the negative half cycle. NDA is negative with respect to NTB. This with respect to NDB, under this condition, the diode is reverse biased, and hence it conducts no current. Hence it conducts no current. Reverse bias ആണെങ്കിൽ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. Therefore current flows through the diode during positive cycle of input AC voltage only. It is blocked during negative half cycle. In this way, current flow through load RL always in the same direction. Hence, a DC output is obtained across RL, which is a pulsating DC. അങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം ആർ എല്ലിലൂടെ കറണ്ട് വിടുകയും അതൊരു പൾസേറ്റിംഗ് ഡി സി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഇപ്പോൾ എല്ലാ റെക്ടിഫയറും നമുക്ക് എഫിഷ്യൻസി പഠിക്കണം. എഫിഷ്യൻസിയുടെ സിമ്പിൾ നമ്മൾ ഈറ്റ എന്നാണ് കൊടുക്കുന്നത്. ഈറ്റയ്ക്ക് ഇപ്പോൾ ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് താഴെ. ഈറ്റ ഇസ് .406 by 1 plus R by RL എന്നാണ്. ഈറ്റ ഈസ് നിങ്ങൾ ഇക്വേഷൻ നോക്കുക താഴെ. ഈറ്റ ഈസിക്വൽ 0.406 by 1 plus small rf by RL, ക്യാപിറ്റൽ RL. അതാണ് കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. അതാണ് പഠിക്കാൻ പോകണം. എഫിഷ്യൻസി ഓഫ് എനി റെക്ടിഫയർ. ദി എഫിഷ്യൻസി ഓഫ് എനി റെക്ടിഫയർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡി സി പവർ ഔട്ട്പുട്ട് ടു ദി എ സി പവർ ഇൻപുട്ട്. എത്ര ഔട്ട്പുട്ട് പവർ കിട്ടും അതിന് ഇൻപുട്ട് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എഫിഷ്യൻസി. That is rectifier efficiency eta is equal to PDC by PAC. PDC, DC suffix, PAC, AC suffix, PDC by PAC, that is eta, where PDC is the DC power output and PAC is the AC power input. For half rectifier, eta is given by I is equal to 0.406 by 1 plus RF by RL, where RF is the forward resistance of diode, RF is the forward resistance of diode, and RL is the load resistor.
So the efficiency is given by eta is equal to 0.406 by 1 plus R by RL. You remember the equation. And also you remember the equation eta is equal to PDC by PS, equation number 1. And that equation number 1 is important, and on calculation we get equation, the last equation. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഈറ്റ ഇസ് ഇക്വൽ 0.406 by 1 plus R by Rലാണ്. അപ്പോൾ ഇതിൽ ഡെറിവേഷൻ ഉണ്ടത്. ആ ഡെറിവേഷൻ കൂടി ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ എസ് ഐ ഇവിടെ ലെങ്തി, ക്ലാസ് വളരെ ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തിയറി അടുത്ത ക്ലാസ്സിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞ മൊത്തം കാര്യവും ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റെഗുലേറ്റഡ് പവർ സപ്ലൈ വേണ്ട, ഹാഫ് വേവ് റെക്ടിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന ഹെഡിങ് എഴുതി ഇവിടം വരെയുള്ള പോർഷനും അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതിൻ്റെ തിയറിയും ചേർത്താണ് എഴുതേണ്ടത്. ഹാഫ് വേവ് റെക്ടിഫയർ എന്നൊരു ഹെഡിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണ്. അത് ഇവിടം വരെ എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ എഫിഷ്യൻസി ഡെറിവേഷൻ അതുകൂടി ചേർത്താൽ എസ് ഐ പൂർണ്ണമാകുള്ളൂ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എസ് ഐയുടെ പകുതി പോർഷനാണ് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ബാക്കി പകുതി പോർഷൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. That is all. Thank you very much. With this class we continue our topic in the next class. Thank you very much.